നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയപാതയിൽ അരൂർ മുതൽ ഒറ്റപ്പുന്ന വരെയുള്ള ഭാഗത്ത് അപകടങ്ങളുടെ പെരുമഴ. 3 ദിവസത്തിനകം പൊലിഞ്ഞത് 3 ജീവനുകളാണ്. ദേശീയപാത വികസനത്തിന്റെ ജോലി നടക്കുന്നതിന്റെ ഭാഗമായി റോഡിലെ വഴിവിളക്കുകൾ ഇല്ലാതായതോടെ മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. വളരെ അപകടം കൂടുന്നതിൻ്റെ മെയിൻ കേസ് കേട്ട് ഞങ്ങളിപ്പോൾ രാവിലെ ഒന്ന് തുറവൂരോ എറണാകുളത്തേക്ക് ഒരു ഓട്ടം പോകുമ്പോൾ ഡബിൾ ലൈൻ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്. ചിലപ്പോൾ വൈകിട്ട് തിരിച്ചു വരേണ്ട ഓട്ടമായിരിക്കും രാവിലെ പോകുന്നത്. ആ തിരിച്ചു വരുന്ന സമയത്ത് ഇത് സിംഗിളാക്കിയിരിക്കും. ആ സിംഗിളാക്കുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷയില്ല. നമ്മളറിയാതെ ആ ലൈൻ കയറി വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്കും അറിയില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡബിൾ ലൈൻ സിംഗിളാക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് മെയിനുണ്ട്. അതിനായിട്ട് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു സിഗ്നൽ, നല്ല സംവിധാനം ചെയ്യുക. ഇവർ മാറ്റുമ്പോൾ അതനുസരിച്ച് സിഗ്നൽ സംവിധാനം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ അപകടം കുറയും. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ജോലി നടക്കുന്നതിനാൽ പലയിടത്തും സുരക്ഷാ ബോർഡുകൾ ഇല്ല. ഗതാഗതം നിയന്ത്രിക്കാൻ ജീവനക്കാരെയും നിയമിച്ചിട്ടില്ല. രാത്രിയാണ് അപകടങ്ങൾ നടക്കുന്നത് ഏറെയും. കഴിഞ്ഞ ദിവസം ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരൻ ലോറിക്കടിയിൽപ്പെട്ട് മരിച്ചതും ചൊവ്വാഴ്ച ഇരുചക്ര വാഹന യാത്രികർ KSRTC ബസ് ഇടിച്ച് മരിച്ചതുമാണ് അവസാനം നടന്ന അപകടങ്ങൾ. തുറവൂർ മുതൽ ഒറ്റപ്പുന്ന വരെ 8 കിലോമീറ്റർ റോഡിൽ 4 വരിപ്പാത പൊളിച്ച 6 വരിയാക്കുന്നതിന്റെ ജോലി നടക്കുകയാണ്. റോഡ് പൊളിച്ച് നീക്കിയ ശേഷം മണലടിച്ച കോൺക്രീറ്റ് മിശ്രിതം ഉറപ്പിക്കുന്ന ജോലിയാണ് നടക്കുന്നത്. 1/2 കിലോമീറ്റർ ഇടവിട്ടാണ് ജോലി നടക്കുന്നത്. ഇതിനാൽ വാഹനങ്ങൾ മീഡിയൻ ഗ്യാപ്പ് വഴി തിരിച്ചുവിടുന്നുണ്ട്. എന്നാൽ വാഹനങ്ങൾ തിരിയേണ്ട ഭാഗങ്ങളിൽ ബ്ലിങ്കറിംഗ് ലൈറ്റുകളോ സുരക്ഷാ ബോർഡുകളോ മതിയായ ഒരു സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. നല്ല സുരക്ഷാ മാനദണ്ഡങ്ങളില്ല. പടിഞ്ഞാറുനിന്ന് കുറേ ബൈക്കുകൾ വന്നിട്ട് റോങ് സൈഡാണ് ഇവിടെ കയറുന്നത്. അതിന് ചില അപകടങ്ങൾ കണ്ടമാനം നടക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ കുറേ അപകടങ്ങൾ പറ്റിയ ആൾക്കാരെ അവരെ എടുക്കുകയും ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഹൈവേ അതോറിറ്റി അതിൻ്റേതായ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നോക്കി, ഇവിടുന്ന് വന്നവർക്ക് കറക്റ്റ് ഒരു റൈറ്റ് എന്നുള്ള ഒരു ചെറിയ ആരോ വെച്ചിരിക്കുന്നതെന്നല്ലാതെ അത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടണമെന്ന് പോലും ഇല്ല. അതിന് പോലും അവർ കൃത്യമായൊരു സംഭവം ചെയ്തിട്ടില്ല. ഇവിടെ അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ചേർത്തല അരൂർ ദേശീയപാതയിൽ തുറവൂർ മുതൽ ഒറ്റപ്പുന്ന വരെയുള്ള റോഡിൽ 4 വരിപ്പാത വേർതിരിക്കാൻ നിർമ്മിച്ച മീഡിയനിൽ ഒരടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് ഭിത്തികൾ പൊളിച്ച് നീക്കിയിട്ടില്ല. KSRTC സ്വകാര്യ ബസ്സുകളിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ വഴിവിളക്കില്ലാത്തതിനാൽ രാത്രി കോൺക്രീറ്റ് ഭിത്തികളിൽ തട്ടി റോഡിലേക്ക് മറിഞ്ഞു വീഴുന്ന സംഭവവും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരൻ മരിക്കാനിടയായതും ഇതിനാലാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് ചേർത്തല മുതൽ അരൂർ വരെയുള്ള ദേശീയപാത ഭാഗങ്ങളിൽ വാഹന അപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 50-ലധികമാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കാത്തതിനാലാണ് അപകടങ്ങൾ തുടർക്കഥയാവുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി.